ഇത് സ്വന്തം ഇലക്ഷൻ ഇതായിരുന്നു.
ഹൈക്കോടതി ജഡ്ജി ശ്രീ നഗരേഷ് അവർ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചിരിക്കുകയാണ്. തുടർന്ന് വേദിയിൽ അദ്ദേഹം നമ്മൾക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ശ്രീ പ്രൊഫസർ ഏവൂർ സജിത് സാറിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് നമ്മുടെ സ്ഥപതി ശ്രീ മധുവൻ പോറ്റി അവർകളെയും ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ശംഭോ മഹാദേവ. പുത്തൻമഠം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ ചുറ്റമ്പല നിർമ്മാണവും അതിന്റെ സമർപ്പണവും എത്തിച്ചേർന്ന ഈ സുദിനത്തിൽ നാടിന്റെ സർവൈശ്വര്യ സമൃദ്ധിക്ക് ആധ്യാത്മിക ഉണർവിനും ക്ഷേത്രങ്ങൾ അതിപ്രധാനമായ പങ്ക് വഹിക്കുന്നു. ആയതിനാൽ ആധുനികമായ ഈ കാലഘട്ടത്തിലും ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുകയും ആധ്യാത്മികമായി ഉണരുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ നാടിന്റെ സർവ ഐശ്വര്യ സമൃദ്ധിക്കും അനുഗ്രഹ പ്രാപ്തിക്കും നിദാനമാണ് ശ്രീ പുത്തൻമഠം മഹാദേവ ക്ഷേത്രം. പ്രത്യേകതകൾ ഉള്ള ഈ പുണ്യപുരാതന ക്ഷേത്രം അത്യപൂർവ ശാളഗ്രാമശിലയിലെ ദേവദേവനായ ശ്രീ മഹാദേവൻ പടിഞ്ഞാറോട്ട് ദർശനമേകി ഭക്തർക്ക് ക്ഷേത്രം അതിജീർണതയിൽ നിന്നും പുനരുദ്ധരിച്ച് ഭക്തർക്കായി സമർപ്പിക്കപ്പെട്ട സുദിനമാണ് ഇന്ന്. നിരവധി ഭക്തരുടെ നിർലോഭമായ സഹായ സമർപ്പണം ഈ വേദിയിലേക്ക് ഭക്തിയാദരേണ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ നിയമത്തിന്റെ മൂല്യങ്ങളും നീതിയുടെ മഹത്വവും സാമൂഹ്യത്തിന്റെ നന്മയ്ക്കായി ഉയർത്തിപ്പിടിക്കുകയും സാമൂഹിക പ്രതിബദ്ധതയോടെ ഈ സമുന്നത പദവി അലങ്കരിക്കുകയും ചെയ്യുന്ന കേരള ഹൈക്കോടതി ജഡ്ജി ശ്രീ നഗരേഷ് അവർക്ക് പുത്തൻമഠം ശ്രീ മഹാദേവ ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാ ആദരവും അർപ്പിച്ചുകൊള്ളുന്നു. ശംഭോ മഹാദേവ. ഇന്നത്തെ മുഖ്യാതിഥി ഹൈക്കോടതി ജഡ്ജിയുമായ ശ്രീ നഗരേഷ് അവർ സാറ് രണ്ടു വാക്ക് സംസാരിക്കുവാനായി സാദരം ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന പുത്തൻമഠം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന മുതിർന്നവരെ, അമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പുത്തൻമഠം ശ്രീ മഹാദേവന്റെ ആശീർവാദം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചുറ്റമ്പല സമർപ്പണ പരിപാടിയിൽ പങ്കെടുക്കണം, വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അതിന് സമ്മതിച്ചത്. എൻ്റെ സുഹൃത്തായ കേരള ഹൈക്കോടതിയിലെ ഗവൺമെന്റ് ലീഡർ ശ്രീ രാജീവും ശ്രീ ജയരാമചന്ദ്രനും എന്നെ ക്ഷണിച്ചപ്പോൾ മഹാദേവനായ വൈക്കത്തപ്പന്റെ നാട്ടിൽ ജനിച്ച എനിക്ക് അത് നിഷേധിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഭാരവാഹികളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം മനസ്സിലായത്. സാലഗ്രാമത്താൽ പ്രചോദിതമായ ശിവലിംഗ ബിംബം അത്യപൂർവങ്ങളാണവ. അതിനും അപ്പുറത്താണ് പടിഞ്ഞാറോട്ട് ദർശനമുള്ള ശിവക്ഷേത്രങ്ങൾ. ശിവക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് കേരളത്തില്. ഞാൻ താമസിക്കുന്ന വൈക്കത്തെ മഹാദേവൻ, വൈക്കത്തപ്പൻ പക്ഷെ കിഴക്കോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. ഞാൻ പണിയെടുക്കുന്ന എറണാകുളത്തപ്പൻ പക്ഷെ പടിഞ്ഞാട്ട് നോക്കിയിട്ടാണ് ദർശനം. പടിഞ്ഞാട്ട് ദർശനം ഉള്ള മഹാദേവന്റെ
പ്രാർത്ഥിച്ചാൽ, ആ മഹാദേവനെ ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണെന്നാണ് പറയുന്നത്. ഹൈക്കോടതിയിലെ ഒരുമാതിരി എല്ലാ ഹിന്ദു ജഡ്ജിമാരും എറണാകുളത്തപ്പനെ പോയി പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിന്റെ ഈ ബിംബത്തിന്റെ മുമ്പിൽ, ഈ പുതിയതായി നിർമ്മിച്ച ചുറ്റമ്പലത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഭഗവാനെ ദർശിച്ചപ്പോൾ സത്യം പറയട്ടെ, അത്യപൂർവമായ ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടായത്. പുത്തൻമഠം മഹാദേവൻ എന്ന് പറഞ്ഞാൽ കേദാരനാഥൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഹിന്ദു സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു ചിന്താധാരയുടെ ഒരു ശക്തമായ ശാഖയാണ്. ഹിന്ദു ചിന്താധാര എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ക്ഷേത്രവിശ്വാസികൾ മാത്രമല്ല. ഹിന്ദു ചിന്താധാര എന്നാൽ ഈശ്വരവിശ്വാസികൾ മാത്രവുമല്ല. അത് വളരെ വലിയൊരു ചിന്താധാരയാണ്. നിങ്ങൾ മഹർഷി പറഞ്ഞു, ഈ പറയുന്നതെല്ലാം നുണയാണ്, ഇവരൊക്കെ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്, പുനർജന്മമൊന്നൊന്നുമില്ല. അദ്ദേഹം പ്രചരിപ്പിച്ചതാണ്. ഭസ്മേ ഭൂതസ്യ ദേഹസ്യ പുനരാഗമന കുത എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം നുണയാണ്, നിങ്ങൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ, സന്തോഷമായിട്ട് ജീവിക്കുക, സാധിക്കുമെങ്കിൽ നെയ്യ് കൂട്ടി ഭക്ഷണം കഴിക്കുക. ഇതാണ് ചാർവാകൻ പറഞ്ഞത്. ആ ചാർവാകനും ഹിന്ദു സമ്പ്രദായത്തിലെ ഒരു മഹർഷിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ധന്യമുഹൂർത്തത്തെ വീണ്ടും ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ശ്രീ എൻ നഗരേഷ് അവർക്ക് പുത്തൻമഠത്തപ്പന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പുത്തൻമഠം ദേവസ്വം കമ്മിറ്റിയുടെ ഓരോ അംഗങ്ങളുടെയും പ്രത്യേകമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളും. അടുത്തതായി ഭഗവത് പ്രബോധനവും നന്ദി പ്രകാശനവും നടത്തുവാനായി ബഹുമാനപ്പെട്ട ജഡ്ജി അവർക്ക് ഒരു പുത്തൻമഠം ശ്രീ മഹാദേവ ക്ഷേത്ര കമ്മിറ്റിയുടെ ഒരു എളിയ ഉപകാരം നൽകുവാനായി കമ്മിറ്റിയുടെ കൺസ്ട്രക്ഷൻ കൺവീനർ ശ്രീ ജയറാം ഇങ്ങോട്ട് വന്ന് തിരിച്ചു വിളിച്ചേക്കാം സാർ. ഒരാളിപ്പുറത്ത് വരാം, ഒരാളിപ്പുറത്ത്. സാർ ഇവിടെ നോക്കിയാൽ എല്ലാവരും ഇവിടെ നോക്കി. സാർ ഇവിടെ നോക്കിയേക്കാം. സാർ ഇവിടെ. താങ്ക് യു. വിചാരികൾ എന്നിവ അദ്ദേഹത്തിന്റെ രചനകളാണ്. കൂടാതെ നാഷണൽ ആർട്സ് അഗ്രിഫെസ്റ്റ് അവാർഡ്, സത്യജിത് റേ ഫൗണ്ടേഷൻ ഡോക്യുമെന്ററി അവാർഡ്, ശങ്കരനാരായണ തമ്പി ഫൗണ്ടേഷൻ അവാർഡ് എന്നീ അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം, ഓരോ വ്യക്തിക്കും അദ്ദേഹത്തിന്റെ മുഖം വളരെ സുപരിചിതമാണ്. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം വളരെ സുപരിചിതനാണ്. മലയാളത്തിൽ അഗാധ പാണ്ഡിത്യവും കോളേജ് പ്രൊഫസറുമായ അദ്ദേഹത്തെ ഈ എളിയ വേദിയിൽ അല്പനിമിഷം ായിട്ട് കണക്കാക്കുകയാണ്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുവാനും ഭഗവത് പ്രബോധനവും എന്ന വിഷയത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാനും നന്ദി പ്രകാശനം നടത്തുവാനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശംഭോ മഹാദേവ്. ഏറ്റവും ആദരണീയനായ ശ്രീ നരേഷ് സാർ, പ്രിയപ്പെട്ട ശ്രീ മാസ്റ്റർ, ഏറ്റവും ബഹുമാന്യരായ സദസ്യരെ, പ്രത്യേകിച്ച് ലൈസൻസ് ഓഫീസിലുമൊക്കെയാണ് ധാരാളം പേർ പരിചയമുള്ളവരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പലരും ചിലപ്പോൾ പാട്ടിൻ്റെ വർത്തമാനത്തിലൂടെ, പാട്ടുവഴിയോരത്തിലൂടെ എന്നെ കണ്ടിട്ടുണ്ടാവും. ഭഗവത് പ്രബോധനവും നന്ദി പ്രകാശനവും എന്നാണ് എനിക്ക് വെച്ചിരിക്കുന്നത്. ഈ ഭഗവത് പ്രബോധനം നടത്താൻ മാത്രമുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ല. പ്രത്യേകിച്ച് സാറ് വളരെ ഗംഭീരമായി ഭഗവത് പ്രബോധനം നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനപ്പുറത്ത് വലിയ ഭഗവത് പ്രബോധനത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഞാൻ പക്ഷേ പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ ഈ ധർമ്മങ്ങളെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞു. ധർമ്മങ്ങളെയൊക്കെ നിലനിർത്തുന്നതിനും നമ്മുടെ പുതിയ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയിൽ വന്നിരിക്കുന്ന ഒരു
അവരുടെ ജീവിതചര്യയിലും അവരുടെ ഒരു മുന്നോട്ടുള്ള യാത്രയിലും ഒക്കെ വന്നിട്ടുള്ള കുറെ ഗൗരവതരമായ മാറ്റങ്ങൾ ഒന്ന് സൂചിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ധാരാളം അമ്മമാരുണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അമ്മമാരാണല്ലോ പ്രപഞ്ചത്തെ തന്നെ നിർണ്ണയിക്കുന്നത്. അമ്മയാണ്, നമ്മൾ ചിന്തിച്ചാൽ അറിയാം, ധനം അമ്മയാണ്, വിദ്യ അമ്മയാണ്, സംഗീതം അമ്മയാണ്, ഭൂമി അമ്മയാണ്, എല്ലാം അമ്മയാണ്. അമ്മയാണ് സത്യം. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അമ്മയാണ് സത്യം. അച്ഛനൊരു വിശ്വാസം മാത്രമാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ അമ്മമാർക്ക് വലിയ റോള് കുടുംബത്തിലുണ്ട്. കുട്ടികളോട് ഞാൻ ചോദിക്കും, ഈ പാട്ടുകളിൽ വയലാർ സാർ എഴുതിയിട്ടുണ്ട്, മലകൾ പുഴകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. പിള്ളേരോട് ഞാൻ ചോദിക്കും, ഈ സ്ത്രീധനം, ഭൂമി മാതാവാണല്ലോ, പക്ഷെ നമ്മൾ സ്ത്രീധനം കൊടുക്കുന്ന ആർക്കാ? പുരുഷന്മാർക്കാണ് സ്ത്രീധനം കൊടുക്കുന്നത്. അപ്പൊ അത് ശരിയാണോ? നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ താല്പര്യം കാണിക്കില്ല, പക്ഷെ പറഞ്ഞു കൊടുക്കണം. ചില നീ പാലിച്ചു വന്ന അല്ലെ നീ പിന്തുടരുന്ന ധർമ്മം എന്താണ് എന്ന് സ്വയം ഓരോരുത്തരും ബോധ്യപ്പെടുന്നില്ല എങ്കിൽ വളരെ അപകടകരമായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ. കാരണം ആസൂത്രിതമായി ചിറക് വിടർത്തി പറക്കുന്ന കഴുകന്മാർ ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരു കഥാപാത്രങ്ങളിലൂടെ നമുക്ക് 2 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ആലോചിക്കും. മഹാമണിയുടെ കഥകളുണ്ട്. ഇതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ 2 പ്രാവശ്യം ആലോചിക്കും. സ്വീകരിക്കുവാനായി ക്ഷണിച്ചുകൊള്ളും. അദ്ദേഹത്തിനെ ആദരിക്കുന്നു. അന്നദാന പ്രഭുവിന്റെ വൈക്കത്തപ്പന്റെ നാട്ടിൽ നിന്നും ഇവിടെ എത്തി ഈ ക്ഷേത്രവും ചുറ്റമ്പലവും ശിവേലി വഴിയും എല്ലാം മഹാദേവന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച ആദരണീയനായ ജസ്റ്റിസ് ശ്രീ എൻ നഗരേഷ് അവർ സമാരാധ്യനും വളരെ അടുത്ത സൗഹൃദം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആരാധ്യനായ സനാതന ധർമ്മ കോളേജിലെ മലയാള വിഭാഗം ഗുരുനാഥൻ ശ്രീ സജിത്ത് ഏവൂരത്ത് അവരുകളെ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ വിനീത പ്രണാമം. വലിയൊരു വിഷയമാണ് അവതാരകൻ എനിക്ക് തന്നിരിക്കുന്നത്. എല്ലാവരും വിശന്നിരിക്കുകയാണ്, എനിക്കും വിശക്കുന്നത്. അപ്പൊ വിശന്നിരിക്കുന്ന ഈ ശരീരത്തില് നമ്മൾ ശാസ്ത്രവും ഭക്തിയും ഒന്നും ശരിയായ വിധത്തിൽ ഓടും എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും സാറിന് അറിയാമോ എന്നെനിക്കറിയില്ല, ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് 108 ശിവാലയങ്ങള്, അതിൽ പ്രശസ്തമായ 108 ശിവാലയങ്ങളെ കുറിച്ച് നമുക്ക് കേരളത്തിലും അറിയാമെന്നുണ്ടെങ്കിലും നാം ഇപ്പൊ നിൽക്കുന്ന ഈ ഭൂമി, ഈ മണ്ണ്, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ മനുഷ്യനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു വാചകം മാവോ സേ തുങ് സർദാർ KM പണിക്കരോട് പറഞ്ഞ ഒരു വരിയ, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ പരമപവിത്രമായ ഭാരതഭൂമിയിലെ ഗംഗാതീരത്ത് ഒരു പുൽക്കൊടിയായിട്ടാണെങ്കിലും ജനിക്കാൻ അനുഗ്രഹിക്കണമേ ജഗദീശ്വര എന്ന് പറഞ്ഞ ഒരു വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്.